بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 41-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വമാ അൻത അലൈഹിം ബിവകീൽ, നബിയെ താങ്കൾ അവരുടെ മേൽ വക്കീലല്ല, കൈകാര്യകർത്താവൊന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അല്ലാഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും ഞാൻ വമാ അന അലൈഹിം ബിവകീൽ, ഞാൻ നിങ്ങൾക്ക് മേൽ വമാ അന അലൈക്കും ബിവകീൽ, ഞാൻ നിങ്ങൾക്ക് മേൽ വക്കീലല്ല എന്ന് അല്ലാഹു പറഞ്ഞ കാര്യത്തെ നബി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത്? ആയത്തിന്റെ ആശയം, ഇത് ആയത്തിന്റെ ഒരു അവസാന ഭാഗമാണ്. ഞാൻ ഇതിന്റെ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണിത്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ച ആയത്തുകളൊക്കെ നമുക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം, നമുക്ക് മെച്ചം കിട്ടുന്ന ഒരു കാര്യം നമ്മൾ ആരും ദുനിയാവിൽ ഒഴിവാക്കാറില്ല. അനുവദനീയമായ ഒരു മാർഗത്തിലൂടെ നമുക്ക് ഗുണം കിട്ടുന്ന, മെച്ചം കിട്ടുന്ന, പുരോഗതി കിട്ടുന്ന ഒരു കാര്യവും ഭൗതികമായി നമ്മൾ ആരും ഒഴിവാക്കാറില്ല. ഒരാള് അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കിയാൽ, വേണ്ടാന്ന് വെച്ചാൽ, അതിന്റെ ദോഷം അവര് തന്നെയാണ്. ഒരാള് അത് സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവര് തന്നെയാണ്. ഈ ആയത്തിൽ അള്ള പറഞ്ഞത് ഖുർആൻ നൽകുന്ന ഹിദായത്തിന്റെ മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവനാണ്, ആരെങ്കിലും അത് ഒഴിവാക്കി അതിന്റെ ദോഷവും അവന് തന്നെയാണ്. അതിന് ശേഷമാണ് അല്ലാഹു തആല വമാ അൻത അലൈഹിം ബിവകീൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ ആദ്യ ഭാഗം. ഇത് പറയുന്നതിന് മുമ്പ്, നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയണം. എന്താന്ന് ചോദിച്ചാൽ, നമ്മള് മനുഷ്യരായി നമ്മളെ അള്ളാഹു പടച്ചിട്ടുള്ളത്, ഒരാളെയും അള്ളാഹു പൂർണ്ണനായിട്ട് പടച്ചിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ചാണ് അള്ളാഹു പൂർണ്ണത കൊടുത്തത്. എനിക്ക് മനസ്സിലാവും, ഒരാൾക്കും അള്ളാഹു പൂർണ്ണത കൊടുത്തിട്ടില്ല. ഒരുപാട് ആളുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണത പ്രാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനൊരാൾ മതി, ഞാൻ ഒറ്റയ്ക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ മതി, ഞാൻ ഒറ്റയ്ക്ക് മതി ഇവിടെ ജീവിക്കാൻ, എനിക്കൊരാളെ സപ്പോർട്ടും സഹായമൊന്നും ആവശ്യമില്ല എന്ന് ഒരാൾക്ക് പറയാൻ പോലും പറ്റാത്ത വിധമാണ് മനുഷ്യന്റെ ജീവിതം. ഇപ്പൊ നമ്മൾ രാവിലെ കുടിച്ച ഒരു ഗ്ലാസ് ചായ, ആ ചായക്ക് പിന്നിൽ ആയിരക്കണക്കിന് ആളുകൾ അധ്വാനമാണ് ഒരു കപ്പ് ചായ, ഒരു ഗ്ലാസ് ചായ നമ്മൾ കുടിച്ചതിന്റെ പിന്നിൽ. ആ ഇതിലെ പഞ്ചസാരയായി വരാൻ എത്ര ആളുകൾ അതിന്റെ കരിമ്പ് കൃഷി ചെയ്തത് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഫാക്ടറികളിൽ അതായിട്ട് വരണമെങ്കിൽ, അതിലെ ചായപ്പൊടി അത് ചായപ്പൊടിയായി വരണമെങ്കിൽ എത്ര ആളുകൾ അതിന്റെ ചായ കൃഷി ചെയ്യുന്നത് മുതൽ അത് ഫാക്ടറിയിൽ ചായയായി വരുന്നത് വരെ, അത് പൊടിയായി നമ്മളെ ഈ കടക്കാരന്റെ കയ്യിൽ എത്തുന്നത് വരെ എത്ര ആളുകളിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും. ആ ചായ ചൂടാക്കാൻ ഉപയോഗിച്ച പാത്രം, അങ്ങനെ ഓരോന്നും എടുത്തു നോക്കി ഒരു ഗ്ലാസ് ചായ മാത്രം ചിന്തിച്ചാൽ മതി. 10,000-കണക്കിന് ആളുകളുടെ പരിശ്രമമാണ് നമ്മൾ കുടിച്ചൊരു കപ്പ് ചായ, നമ്മൾ ധരിച്ച വസ്ത്രം, നമ്മൾ മുഴുവൻ അങ്ങനെയാണ്. ഒരാൾക്കും ഈ ദുനിയാവിൽ ഒറ്റയ്ക്ക് എന്ന ഒരു ജീവിതം നമ്മൾ കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യന്റെ ബാഹ്യമായ ആന്തരികമായ എത്ര അവയവങ്ങളുണ്ട്? ആ അവയവങ്ങളിൽ എല്ലാം പഠിച്ച ഒരു ഡോക്ടർ നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല.
ഉണ്ടോ? ഇല്ല. കണ്ണിന് വേറെ, പിന്നെ തൊണ്ടക്കും മൂക്കിനും ചെവിക്കും വേറെ, കിഡ്നിക്ക് വേറെ, ഹാർട്ടിന് വേറെ, ഓരോന്നും വേറെ 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 പഠിച്ച് ഈ കുറേ ഡോക്ടർമാർ കൂടുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളുടെ പൂർണ്ണത പ്രാപിക്കുന്നത്. അങ്ങനെ എല്ലാ രംഗത്തും എടുത്തു നോക്കിയിരുന്നത്. ഒരാൾ രാവിലെ എഴുന്നേറ്റുന്ന രാത്രി കിടക്കുന്നത് വരെ അയാൾക്ക് ആവശ്യമായ വസ്തുക്കൾ പല കടകളിലാണ്, പല കമ്പനികളിലാണ്, വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ. നമ്മൾ ഇരിക്കണ ഇരുത്തത്തിൽ നമ്മൾ ധരിച്ച ഓരോന്നും, നമ്മൾ വെച്ച കണ്ണട, നമ്മൾ ഉടുത്ത വസ്ത്രങ്ങൾ, നമ്മൾ കെട്ടിയ വാച്ച്, നമ്മളുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ എടുത്തു നോക്കി നിങ്ങൾ ഓരോന്നും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എന്തതിന്റെ അർത്ഥം? ഞാനിത് എന്തിനാ പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് പടച്ചോൻ മനുഷ്യന്റെ ജീവിതം സംവിധാനിച്ചിട്ടുള്ളത്. ഇത് തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച മനുഷ്യന് വേണം. അത് അള്ളാഹു ഇലാഹിയായിട്ട് നൽകുന്നു. ഇലാഹിയായിട്ട് ദൈവികമായ ഒരു ബോധനത്തിലൂടെ അള്ളാഹു ഈ തിരിച്ചറിവ് നമുക്ക് നൽകുകയാണ്. കാരണം നമ്മളെ പഠിച്ചതാരാ? നമ്മളെ പഠിച്ചതാരാ? അള്ളാഹു. ആ പഠിച്ച അള്ളാഹു പറയാണ് നമ്മളെങ്ങനെ പഠിച്ചതെന്ന്. മനുഷ്യനെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ഓരോ വസ്തുക്കളെ കുറിച്ച്, മനുഷ്യനായി വന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു തുള്ളി ബീജം മുതൽ ഇങ്ങോട്ട് അതിന് വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഒരു ആയത്തിൽ മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു സ്ഥലത്തുള്ള പറഞ്ഞത് അസ്വസ്ഥനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പല പ്രയോഗങ്ങൾ കൂടാൻ കാണാം. അത് മാത്രം തദബ്ബുർ ചെയ്താൽ അത്ഭുതകരമായ കാര്യമാണ്. മനുഷ്യൻ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ അവസ്ഥകൾ, അതുപോലെ തന്നെ അത് തുടങ്ങിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ, ആ പ്രയോഗങ്ങളൊക്കെ നോക്കിയാൽ ശരിക്കും മനുഷ്യൻ ആരാണെന്നത് മനസ്സിലാവും. ഇവിടെയാണ് ഓരോ കാര്യങ്ങളിലും അതിൽപ്പെട്ട ഒരു വിഷയമാണ് തീരുമാനങ്ങൾ എടുക്കുക. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം, തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഞാൻ സ്വന്തമായി ഒരു തീരുമാനം എടുത്തുകൂടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് എത്ര എനിക്ക് ഉറപ്പുണ്ടെങ്കിലും, ഇപ്പൊ എൻ്റെ മകൾക്ക് ഒരു കല്യാണം, മകനൊരു വിവാഹം, അപ്പൊ എനിക്ക് അറിയുന്ന ഫാമിലി, അറിയുന്ന ചെക്കൻ എല്ലാം ഓക്കെ, എല്ലാമാണ്. എങ്കിൽ പോലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കുടുംബത്തിലെ കാരണവരുമായി എന്ത് ചെയ്യണം? കാരണന്മാരുമായിട്ട്, മാതാപിതാക്കളുമായി, മുതിർന്നവരുമായിട്ട് കൂടി ആലോചിക്കണം. ആ കൂടി ആലോചന പറയുന്ന പേരാണ് ഷൂറ എന്ന്. മനസ്സിലായില്ല പറഞ്ഞത്? കൂടി ആലോചിക്കണം. കൂടി ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കരുത്. നമ്മൾ ബിസിനസ് തുടങ്ങാൻ, കച്ചവടം തുടങ്ങാൻ, നമുക്കതിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, എത്ര പരിചയം ഉണ്ടെങ്കിലും ശരി, നമ്മൾ കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ രക്ഷിതാക്കളുമായി, മാതാപിതാക്കളുമായി, ഒരു പക്ഷേ ഈ രംഗത്ത് നമ്മളെ വാപ്പാക്കും നമ്മളെ കാരണന്മാർക്കൊന്നും നമ്മളത്ര പരിചയം ഇല്ലാത്തൊരു മേഖല ജയിച്ചോളി. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന കാര്യത്തില് വമ്പൻ നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ സുഖം കൂടാൻ പോകുന്ന ആൾക്കാർക്ക് ഈ രംഗത്ത് വലിയ പരിചയമൊന്നുമില്ല ജയിച്ചോളി. എങ്കിൽ പോലും ചെയ്യണം, അവരോട് ഈ വിവരം നമ്മൾ പറയണം. അവരുമായി നമ്മൾ കൂടി ആലോചിക്കണം. തീരുമാനം നമ്മൾ എടുത്താലും ശരി, കൂടി ആലോചന നടക്കണം. കാരണം എന്താണെന്നറിയോ? ആ കൂടി ആലോചനകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മാർഗങ്ങളിലൂടെ ചില വിവരങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ നമുക്ക് കിട്ടാതെ പോകുന്ന ആ ഒരു അറിവായിരിക്കും നമ്മൾ എടുത്ത തീരുമാനത്തിന്റെ പരാജയത്തിന്റെ കാരണം. മനസ്സിലായില്ല? നമ്മൾ എടുക്കുന്ന തീരുമാനം പരാജയപ്പെട്ട് വെച്ചു. ആ പരാജയപ്പെടാൻ ഒരു കാരണം ഉണ്ടായി. ആ കാരണം ഒരു പക്ഷേ നമ്മൾ അറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഈ ശൂറയുടെ കുറവുണ്ടായിരിക്കും. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? എന്നാൽ ഖുർആനും സുന്നത്തും ഒരു കാര്യം പറഞ്ഞാൽ, വ്യക്തമായി കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ശൂറ പാടില്ല. എങ്ങനെ? ഞാൻ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ റൂമിൽ 4 ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ഷൂ എന്താ സുബിക്ക് ജമാഅത്തിന് പോകേണ്ടതൊരു ഷൂറാണ്. അങ്ങനെ ഷൂ ഉണ്ടാവും. നിസ്കരിക്കേണ്ടതൊരു ഷൂ ഉണ്ടാവും. ഖുർആൻ ഓതേണ്ടതൊരു ഷൂ ഉണ്ടാവും. അതാണ് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണോ, പ്രാർത്ഥിക്കാതിരിക്കണോ എന്നുള്ള ഷൂ ഉണ്ടാവും. അതൊരു ഷൂറല്ല. കാരണം എന്താ?
അത് പ്രമാണമാണ്. ആ പ്രമാണം അള്ളാഹു തആല പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ ഒന്നുമില്ല, സ്ഥാനമൊന്നുമില്ല. കാരണം പ്രമാണം പറഞ്ഞാൽ പ്രമാണത്തിൽ ഉണ്ടോന്ന് പഠിക്കണം, ചിന്തിക്കണം, അതിന് ബുദ്ധി ഉപയോഗിക്കണം. പ്രമാണത്തിൽ കണ്ടാൽ നടപ്പിൽ വരുത്തണം വേണ്ടതിന്റെ കാര്യത്തിൽ എന്ത് വേണ്ട, ബുദ്ധിന്റെ ആവശ്യമില്ല. കാരണം എന്താ, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ് കാര്യങ്ങളുള്ളത്. നമ്മുടെ കണ്ണിന് പരിധിയുണ്ട്, കാതിന് പരിധിയുണ്ട്, അതേപോലെ നമ്മുടെ ബുദ്ധിക്കും ചിന്തക്കും പരിധിയുണ്ട്. 10 കൊല്ലമുള്ള ആൾക്കാരെ ബുദ്ധിയല്ല എന്നുള്ളത്, 10 കൊല്ലമുള്ള ആൾക്കാരെ ബുദ്ധിയല്ല എന്നുള്ളത്, ഇന്നത്തെ ആൾക്കാരെ ബുദ്ധിയല്ല അടുത്ത ഒരു തലമുറക്കുള്ളത്. അത് ആളുകളുടെ കണ്ടുപിടുത്തത്തിൽ നമുക്കറിയാം. അപ്പൊ എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം എന്താ പറ്റില്ല, പ്രമാണങ്ങൾ കണ്ട ഒരു കാര്യം ഒഴിവാക്കാൻ അവിടെ ഷുവറിന്റെ ആവശ്യമില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമെന്ന് വേണം, ഷുവർ വേണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ അല്ലാഹു തആല ഹിദായത്തിന്റെ മാർഗങ്ങൾ നമ്മളെ മുന്നിൽ പറഞ്ഞു തരുന്നു. ഖുർആൻ വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട കാര്യമാണ്. എവിടെയാണ് ഹിദായത്തിന്റെ മാർഗം ഉള്ളത്, എവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അത് കണ്ടെത്തിയാൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ ക്ലാസ്സുകൾ വിവിധ ആയത്തുകളിലൂടെ കഴിഞ്ഞ ഒരു 5-6 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് 42-ാം അധ്യായത്തിന്റെ പേര് ശൂറ, സൂറത്ത് ശൂറ. ആ ശൂറയിലെ ആദ്യത്തെ 10 ആയത്തുകൾ നമുക്ക് പരിശോധിക്കണം. 42-ാം അധ്യായം, അധ്യായത്തിന്റെ പേര് സൂറത്ത് ശൂറ. മുന്നിൽ 39-ആണ്, 5-6 പേജ് മുന്നിലേക്ക് മറിച്ചാൽ നിങ്ങൾക്ക് കാണാം. 42-ാമത്തെ സൂറത്ത് കാണാം. 40, 41, 42 സൂറത്ത് ശൂറ. അതിന്റെ ആദ്യത്തെ ഒരു 10 ആയത്ത് ഒതുക്കൊള്ളി.
പറയുന്നത് തുടക്കം 2ഉം 3ഉം അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിച്ച ഹുറൂഫുൽ മുഖത്തഅ കൊണ്ടാണ് തുടക്കം. ഹമീം, ഐൻ, സീൻ, ഖാഫ്. അതിന് അർത്ഥമില്ല, അതിന് ഹുറൂഫുൽ മുഖത്തഅ എന്നാ പറയുന്നത്. അക്ഷരങ്ങളാണ്. അലിഫ്, ബാ, താ എന്നൊക്കെ പറയുന്നത് അക്ഷരങ്ങളാണ്. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. ഖുർആന്റെ ഏകദേശം 27ഓളം സൂറത്തുകളുടെ തുടക്കത്തിൽ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരക്ഷരമുണ്ട്, 2 അക്ഷരമുണ്ട്, 3 അക്ഷരം, 4 അക്ഷരം, 5 അക്ഷരം വരെ ഉണ്ട്. ഒരക്ഷരമാണ് ഖാഫ്, നൂൻ, ഇതൊക്കെ ഒരക്ഷരമാണ്. ത്വാഹ, യാസീൻ 2 അക്ഷരമാണ്. അലിഫ് ലാം മീം 3 അക്ഷരമാണ്. അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം റാ 4 അക്ഷരമാണ്. കാഫ്, ഹായ, ഐൻ, സ്വാദ് 5 അക്ഷരമാണ്. ഇവിടെയും 2ഉം 3ഉം അക്ഷരങ്ങൾ. ഹാമീം, ഐൻ, സീൻ, ഖാഫ്. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. എന്താന്ന് വെച്ചാൽ നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇതിനൊക്കെ പല അർത്ഥങ്ങളും പറയും. അതൊന്നും നബി പറഞ്ഞതോ സഹാബത്ത് പറഞ്ഞതൊന്നുമല്ല. നബിയും സഹാബത്തും ഇത്തരം അക്ഷരങ്ങൾക്ക് ഖുർആനിൽ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾക്ക് എല്ലാ യാതൊരു മുറാദവും ഇല്ലെന്നാണ്. അള്ളാഹ്ക്ക് മാത്രമേ അതിന്റെ മുറാദ് അറിയുള്ളൂ. ഊതിയാൽ കൂലിണ്ട്. അലിഫ് ലാം മീം, അലിഫ് അക്ഷരമാണ്, ലാം അക്ഷരമാണ്, മീം അക്ഷരമാണ്. റസൂൽ പറഞ്ഞിട്ടുണ്ട്. അക്ഷരങ്ങളാണ്. അത് അലമ എന്നല്ല പറയുന്നത്. അലിഫ്, ലാം, മീം അങ്ങനെ പറയുന്നത്. ബാക്കിയുള്ള ഖിറാത്ത് പോലെയല്ല. മനസ്സിലാണല്ലോ. അപ്പം ഈ അർത്ഥം ഇപ്പൊ ചില ആൾക്കാരൊക്കെ പേരിടുമ്പോ ത്വാഹ, യാസീൻ എന്നൊക്കെ പേരിടും. അങ്ങനത്തെ പേരിടണ്ട. കാരണം എന്താ? അതിനെന്ത് ചെയ്യാം? പിന്നെ ചില ആൾക്കാർ റസൂലിന്റെ പേരൊക്കെ ആരെ പറഞ്ഞു? റസൂൽ പറഞ്ഞിട്ടില്ല, ഹദീസിലും എവിടെയില്ല. അത് ത്വാഹ റസൂൽ, മുഹമ്മദ്, യാസീൻ റസൂൽ എന്നൊക്കെ പറയും. അതൊന്നുമില്ല. റസൂലിന്റെ പേരാന്നൊക്കെ പഴയ വെറുതെ ആളുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ സങ്കല്പിച്ച് ഇപ്പം അലിഫ് ലാം മീം, അപ്പൊ അതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞു. ആൾക്കാരൊരു നിലപാട് എന്താന്ന് വെച്ചാൽ പൊതുവെ ആൾക്കാരെ ഒരു രീതി, അർത്ഥം പഠിക്കേണ്ട ആൾക്കാർ അർത്ഥം പഠിക്കുക, അർത്ഥം പഠിക്കേണ്ടതുണ്ട്, അതിലർത്ഥം പഠിക്കില്ല. തദബ്ബുർ ചെയ്യേണ്ട ആയത്തുകളുണ്ട്, നമ്മളെ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കേണ്ട ആയത്തുകളുണ്ട്, അത് തദബ്ബുർ ചെയ്യൂല. എന്നാലോ അലിഫ് ലാം മീം, അപ്പൊ അതിന് അർത്ഥം എന്നാലും നമുക്ക് അർത്ഥം കണ്ടെത്തണം. എന്തായിരിക്കും ഇപ്പൊ അലിഫ്? ഒരാളിങ്ങനെ ആലോചിച്ചു, അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആയിട്ട് അലിഫ്. പിന്നെ ലാമ്, ഇപ്പൊ ജിബ്രീലിൽ ഒരു ലാം ഉണ്ടല്ലോ, ജിബ്രീൽ എന്നത് അവസാനത്തെ ലാം. പിന്നെ മീം, മുഹമ്മദിലെ മീം. അപ്പൊ അള്ളാഹ് ജിബ്രീൽ മുഖേന മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ്. ആൾക്കാർ ഊഹിച്ചുണ്ടാക്കിയ. ഖുർആനിൽ കാണില്ല, ഹദീസിലുമില്ല, റസൂൽ പറഞ്ഞിട്ടുമില്ല, സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പല ആൾക്കാരും ഇല്ലാത്തത് ഗവേഷണം ചെയ്യാൻ ചിന്തിക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. എന്നാൽ ചിന്തിക്കേണ്ട കാര്യം, ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും പലപ്പോഴും ആൾക്കാർ ചിന്തിക്കാറും ആലോചിക്കാറുമില്ല. അപ്പൊ ഇവിടെ ഹാമീം, ഐൻ, സീൻ, ഖാഫ് കുട്ടിക്ക് പേരുണ്ട്. ഹാമീം, ഐൻ, സീൻ, ഖാഫ് എന്നുള്ള ഒരു മദ്രസയിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ കൊണ്ട് ചേർത്താൻ വേണ്ടി വന്നപ്പോൾ, 5 വയസ്സായ കുട്ടിയാണ്, 1ാം ക്ലാസ്സിൽ ചേർത്താൻ വേണ്ടി വന്നപ്പോൾ, ഞാനന്ന് മദ്രസയിൽ സദർമന്ദരീസാണ്. അപ്പൊ ചേർത്താൻ വേണ്ടി വന്നപ്പോൾ കുട്ടിയുടെ പേരെന്താന്ന് വെച്ചപ്പോൾ ഇവിടെ പറഞ്ഞ് ഹാമിമുൽ ഐൻ സീൻ ആണ് കുട്ടിയുടെ പേര്, ഹാമിമുൽ ഐൻ സീൻ. അപ്പം സത്യത്തിൽ എനിക്ക് അത് ഒരു പിടുത്തം കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് പേര്, ഇതിന്റെ അർത്ഥം എന്താ? അത് ഗൾഫിൽ നിന്ന് അയച്ചെന്താണ്, ഗൾഫിൽ നിന്ന് പറഞ്ഞെന്താണ്. എന്നാലും ഗൾഫിൽ നിന്നാണെങ്കിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല, അതെനിക്കറിയില്ല. പിന്നെ ഖുറാനൊക്കെ ഉണ്ടെന്നാ പറഞ്ഞാൽ. അപ്പോഴാണ് ആലോചിച്ചപ്പോൾ എന്ത് ഹാമീം ഐൻ സീൻ, ഹാമിമുൽ ഐൻ. അപ്പൊ കാഫർ വെച്ച് കാഫിർ സുഖം ഞങ്ങൾക്ക് ഒഴിവാക്കിയാണ്. കാഫിർ സുഖം ഞങ്ങൾ ഒഴിവാക്കിയിട്ട് കുട്ടിക്ക് ഹാമിമുൽ ഐൻ എന്ന് പേരിട്ട്. അങ്ങനെ കേട്ട ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊന്നും എന്തല്ല, ഖുർആനിനോടും സുന്നത്തിനോടും നമുക്കുണ്ടാകേണ്ട നിലപാടുകളൊന്നുമല്ല ആൾക്കാർക്കുള്ളത്. ആളുകൾക്ക് ഇതിങ്ങനെ ഒരു പുറമോടിയായിട്ട് ഇങ്ങനെ ഞാനും മുസ്ലിമാണ്, ഞാനും ഇസ്ലാമാണ്, ഞാനും ഖുർആനാണെന്ന് പറഞ്ഞാൽ ജീവിക്കാന്നല്ലാതെ അതിനെ അനുസരിച്ച് അത് പഠിക്കാനോ മനസ്സിലാക്കാനോ അതിന്റെ ഇൽമ സമ്പാദിക്കാനോ അതിൽ നിന്ന് കിട്ടുന്ന ഈമാൻ ഉൾക്കൊള്ളാനോ സൂക്ഷ്മത തഖ്വ ഉൾക്കൊള്ളാനോ അങ്ങനെ പടച്ചോനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥക്ക് വേണ്ടിയിട്ടൊന്നും ആൾക്കാർക്ക് പരിശ്രമമില്ല. അങ്ങനെയുള്ള കുറെ ബാഹ്യമായ മോഡുകളിലൂടെ മനുഷ്യന്മാർ ജീവിക്കുന്നത്. ശരി, എന്താണ് ഈ ഹാമീം, ഐൻ, സീൻ, ഖാഫ് ശബ്ദം പറഞ്ഞത്? കദാലിക, ഖുർആൻ ശ്രദ്ധിക്കണം, കദാലിക യൂഹി ഇലൈക വ ഇലല്ലദീന മിൻ ഖബലിക. അപ്രകാരം നബിയെ നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുൽ അസീസുൽ ഹകീം. എന്താണ് വഹി നൽകപ്പെട്ടത്? യുക്തിമാനും
പ്രതാപിയുമായ അള്ളാഹു, ആ അള്ളാഹുവാണ് നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും ഒക്കെ എന്ത് നൽകിയിട്ടുള്ളത്? വഹി നൽകിയിട്ടുള്ളത്. അപ്പൊ ആ വഹിയാണ് പ്രവാചകന്മാർ, മനുഷ്യന്റെ ആദ്യകാലം മുതൽ നബി വരെ ജനങ്ങളുടെ ഹിദായത്ത്, ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന മാർഗം, അതാണ് ഹിദായത്ത്. അത് വഹിയായിട്ട് കൊടുത്തതാണ്, അത് അള്ളാഹു കൊടുത്തതാണ്. അതിൽ മനുഷ്യന്മാർക്ക് ഒരു പങ്കാളിത്തമില്ല. മനുഷ്യന്മാർക്ക് ആ വഹിയിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ദീന് വഹിയാണ്. അതുകൊണ്ട് ആ ദീനിൽ നമുക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒന്നും സുജൂദ് രണ്ടും അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും റുക്കുവാണ് രണ്ടാക്കി കളയാൻ പറ്റുമോ? ഇല്ല. റുക്കു എന്ന് പറഞ്ഞാൽ നല്ല സംഭവമല്ലേ? റുക്കുവിൽ എന്താ ഉള്ളത്? അതാണ് കുമ്പിടല്ലേ? അതില് വികൃതങ്ങളും ദ്വയങ്ങളൊക്കെ അല്ല ഉള്ളത്. പറ്റില്ല. അപ്പൊ വഹിയെ ഇറക്കിയ കാര്യം അത് റസൂലുള്ളാഹിക്ക് പൂർത്തിയാക്കി കൊടുത്തു. ഇനി നമ്മളെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും പുതിയത് ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലാക്കണേ? ഇപ്പൊ നമ്മൾ പറയണം, പിന്നെ ഹജ്ജിന്റെ മാസം നമുക്ക് ഇക്കൊല്ലം ഹജ്ജിന്റെ മാസം ഒരു ക്യാമ്പയിൻ ആക്കുക. എന്നിട്ട് ഹജ്ജിന്റെ മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മാസത്തിൽ പ്രത്യേകം ചില ആരാധനകളൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുക. നല്ല കാര്യമല്ലേ? ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. എത്ര നല്ല കാര്യമായിരുന്നാലും അന്ന് റസൂൽ പറയാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. വഹിയാണ്. ലഹു മാഫി സമാവാതി വമാഫി, അവനാകുന്നു ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ബഹുവൻ അലിയും അലിയും മഹാനും ഉന്നതനുമായാണ് അള്ളാഹുവാണ്. അപ്പൊ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അതിനെക്കുറിച്ചുള്ള എല്ലാ അറിവും ഒക്കെ ആർക്ക് മാത്രമാണ്? അള്ളാഹ്. അതുകൊണ്ട് നമ്മളായിട്ട് എന്ത് ചെയ്യണ്ട, പുതുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അള്ളാഹ് തന്ന വഹി പ്രകാരം ജീവിക്കാത്തതാണ്. തക്കാത്ത് സമാവാത്ത് യഥഭക്തരണം ഇപ്പോൾ ഒക്കെയില്ല. നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയും ഈ ആകാശമൊന്നും കാലാകാലം ഉണ്ടാവില്ല. എന്തിനാണ് ഈ വഹി അനുസരിച്ച് ജീവിക്കുന്നത്? ഇതൊന്നും നിങ്ങളുടെ അണ്ടറിലല്ല ഉള്ളത്. മനുഷ്യൻ എത്ര പുരോഗതി പ്രാപിച്ചാലും ആകാശത്തിന്റെ ഭൂമിന്റെ കൺട്രോൾ മനുഷ്യന്റെ കയ്യിൽ കിട്ടൂല. എത്ര കാലഘട്ടം കഴിഞ്ഞാലും ആകാശത്തിന്റെ ഭൂമിന്റെ കൺട്രോൾ ആരുടെ കയ്യിൽ കിട്ടൂല? മനുഷ്യന്റെ കയ്യിൽ കിട്ടൂല. അതിനിടക്ക് പല ടെക്നോളജിയും അവർ പുതിയതാക്കി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ആകാശത്തേക്ക് പോകാനുള്ള മനുഷ്യന്റെ മാർഗം ഒന്നുകൂടി പുരോഗതി പ്രാപിക്കാൻ കഴിയും. പക്ഷെ ആകാശം പൊട്ടിപ്പിളര് നമ്മൾ പറയുന്നത്, ആ ആകാശത്തിന്റെ പൊട്ടിപ്പിളരൽ തടുക്കാൻ മനുഷ്യന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെ വീടിന് ഒരു വിള്ളൽ വരികയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വീടിന് വിള്ളൽ വരുന്നോട് താക്ക് കൊടുത്ത് തൽക്കാലം ഇടിഞ്ഞു കൊടുത്താൽ അത് ചാടാതിരിക്കാൻ അല്ലെങ്കിൽ കുത്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ആകാശം എന്ന മേൽപ്പുറം പൊട്ടി തകരുന്ന നമ്മൾ പറയുന്നത്, അതിന് ഒരാൾക്ക് താക്ക് കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഖിയാമത്ത് വരെ കഴിയില്ല. യഥാത് തക്കാത് സമാവാത്ത് യഥഭക്തരണം പോകുന്ന ആകാശങ്ങൾ അവയുടെ ഉപരിഭാഗത്ത് മുകളിൽ നിന്ന് അത് പൊട്ടിപ്പിളരുമാറാകുന്നുണ്ട്. മലായിക്കത്ത് യുസബ്ബിഹൂനബിഹംദിറബ്ബിഹിം, മലായിക്കത്തുകൾ അവരുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ളവർക്ക് പുറത്തുവർക്ക് പടച്ചവനെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അലാ അറിയുക, ഇന്നല്ലാഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവർ കാരുണ്യവാനാണ്. അപ്പൊ അള്ളാഹു തആല ഇവിടെ സംവിധാനിച്ച സംവിധാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യന്മാർ ഭൂമിയിലെ ദുർബലർ മാത്രമാണ്. ആകാശത്ത് മലായിക്കത്തുകളുണ്ട്. ആ മലായിക്കത്തുകളുടെ എണ്ണം എത്ര? ആ മലായിക്കത്തുകളുടെ ശക്തി എത്ര? ആ മലായിക്കത്തുകൾ റബ്ബിനെ തസ്ബീഹും തഹ്മീദും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരാളും കോടി എന്നൊക്കെ പറയാൻ കഴിയില്ല. കാരണം എണ്ണം കൊണ്ട് തീർക്കാൻ കഴിയാതെ മലക്കുകളെ എണ്ണം അത്രയുമാണ്. ആ മലക്കുകൾ അള്ളാഹുവിന്റെ തസ്ബീഹും തഹ്മീദൊക്കെ ചെയ്യും. നമുക്കൊരു സുബ്ഹാനല്ലാഹ് പറയാൻ നേരം ഞാൻ വിചാരിച്ചിട്ട്, നമുക്ക് അൽഹംദുലില്ലാഹ് പറയാൻ നേരം ഞാൻ വിചാരിച്ചിട്ട്, നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് മടിയാണ്. നമ്മൾ പറയില്ല, മറന്നുപോകാണ്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹെ സ്തുതിച്ച് പഠിച്ചോനെ ഇതിന്റെ അവസാനത്തെ ഭക്ഷണം ചിലപ്പോൾ അടുത്ത നേരം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇന്ന് എത്തിക്കുന്ന പഠിച്ചോൻ അടുത്ത നേരത്തെ ഭക്ഷണത്തിന്റെ കയ്യിൽ കിട്ടുമെന്ന് അറിയില്ല. അള്ളാഹു നിനക്കാണ് സർവസ്തുതി എന്ന് പറയാൻ ഹദ്ദും തസ്ബീഹും പറയാൻ മനുഷ്യരും മടിയാണ്. പക്ഷെ മലക്കൾക്ക് എന്തില്ല? ആ മടിയൊന്നുമില്ല. മലക്കൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹെ ധിക്കരിച്ചു വിചാരിച്ചിട്ട് അള്ളാഹ്ക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. അള്ളാഹു ഹാഫിദുൻ അലീം, അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആൾക്കാരുണ്ട്. വല്ലതിനും കൊടുത്തത് അവർ സ്വീകരിച്ചെങ്കിൽ ധൂണി അള്ളാഹ്ക്ക് പറയുമ്പോൾ ഔലിയാക്കന്മാരെ സ്വീകരിക്കും. അള്ളാഹ് വേണ്ട, ഔലിയാക്കന്മാരെ മതി. ഇത് അള്ളാഹ് പറഞ്ഞു, ഖുർആനിലാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹുവിനെ പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആൾക്കാരുണ്ട്. എന്നാൽ അള്ളാഹു ഹഫീദുൻ അലൈഹിം, അള്ളാഹു അവർ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വമാ അൻത അലൈഹിം ബിവക്കീൽ, നീ അവരുടെ മേൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവനെ അല്ല. വമാ അൻത അലൈഹിം ബിവക്കീൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാം അള്ളാന്റെ ഉദ്ദേശപ്രകാരം ഇവിടുത്തെ പ്രക്രിയകളൊക്കെ നടക്കും. ഈ പ്രക്രിയകളെ കുറിച്ചൊക്കെ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജീവിക്കേണ്ടവരാണ് മനുഷ്യന്മാര്. അപ്പൊ അവർക്ക് ആ വഹി അത് ഇറക്കി കൊടുക്കുന്നു. അവർക്ക് കണ്ടെത്തുക, വേണ്ട ആൾക്കാർ ഉൾക്കൊള്ളുക, അതിന്റെ ഹിദായത്തിന്റെ മാർഗം സ്വീകരിച്ചതിന്റെ ഗുണം അവന് കിട്ടും, തള്ളിക്കളഞ്ഞതിന്റെ ദോഷവും അവന് തന്നെയായിരിക്കും. ഇത് വേറൊരാളെ കയറി നമ്മൾ എന്ത് ചെയ്യേണ്ട, കൊണ്ടുപോയി ചാരി വെക്കേണ്ട കാര്യമില്ല. യാഥാർത്ഥം നമ്മള് ഈ വഴിക്ക് വന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ റസൂൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഒരു വക്കീല് കോടതിയിൽ നമ്മളോട് പറയും, നമ്മൾ ഏൽപ്പിച്ച വക്കീൽ അങ്ങനെ ഞാൻ പറയും എന്റെ മായൊക്കെ പറയണം, ഇന്ന മായൊക്കെ ചെയ്യണം എന്ന് വക്കീൽ പറഞ്ഞാല് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആ കേസ് കൊടുക്കുന്ന കാര്യം ഉണ്ടാവും അല്ലെ. എന്നാൽ നമ്മൾ അതൊന്നും പറയാതെ വക്കീലിനെ കുറ്റപ്പെടുത്തിയ കാര്യം ഉണ്ടാവും. വക്കീല് പറഞ്ഞ മാതിരി നമ്മൾ കോടതിയിൽ പറയാതെ, വക്കീല് പറഞ്ഞ മാതിരി ചെയ്യാതെ നമ്മൾ കേസ് തോറ്റിട്ട് വക്കീലിനെ കുറ്റപ്പെടുത്തിയ കാര്യം ഉണ്ടാവും ഇല്ല. അള്ളാഹു റസൂൽ എന്താ പറയാ, താങ്കൾ അവർക്ക് ഒരു വക്കീലൊന്നുമല്ല, അതുകൊണ്ട് ആർക്കും താങ്കളെ മേൽ കുറ്റം ചാരാനൊന്നും പറ്റില്ല. നമുക്ക് നരകം കിട്ടി, നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു, നമുക്ക് ഹിദായത്തിന്റെ മാർഗം കിട്ടി, ഇതൊന്നും ആർക്കും ആരുടെ പേരുള്ളതല്ല. റസൂലിന്റെ മേൽ പണി ചാരാൻ പറ്റില്ല. റസൂൽ വക്കീലൊന്നുമല്ല, മറിച്ച് റസൂലിന്റെ മാർഗം എന്താണ്, എത്തിച്ചു തരിക എന്നുള്ളതാണ്. അത് എത്തിച്ചു തന്ന സംഗതി കണ്ടെത്തുക, മനസ്സിലാക്കുക, പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. ഇനി ഇതേപോലെ ഈ മാർഗം നമുക്ക് എവിടെ ഉള്ളത്, എവിടെ കണ്ടെത്താൻ പറ്റുക? നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ വരിക, ഖുർആൻ ക്ലാസ്സിൽ വരിക, ഖുർആൻ പഠിക്കാൻ നമ്മൾ വരില്ല. നമ്മൾ ചോദ്യമായൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചിട്ട് നമുക്കിതൊന്നും അറിയാതെ പറഞ്ഞാൽ എവിടെയും അള്ളാന്റെ മുന്നിൽ പറയാൻ പറ്റൂല. നമ്മൾ നമ്മുടെ അലസത കൊണ്ടും മടി കൊണ്ടും ഖുർആൻ പഠിക്കാനോ ഖുർആന്റെ മുന്നിൽ വരാതെ വഹിയെ കണ്ടെത്താൻ, അത് പഠിക്കാനും മനസ്സിലാക്കാനും സമയമില്ലാതെ ജീവിച്ചില്ലാണ്ട് എനിക്കൊന്നും അറിയില്ല, ഇതൊന്നും ഞാൻ അറിയാതെ പോയി എന്ന ഒരു കാരണവും ഒരു ഉദറും ആരെ മുന്നിൽ പറയാൻ പറ്റില്ല, അള്ളാന്റെ മുന്നിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശേഷവും നമ്മൾ ഖുർആനെ പറ്റി പറയാം. തുടക്കം കദാലിക യൂഹിയിലേക്കാണ് അല്ലെ തുടക്കം കദാലിക യൂഹിയിലേക്കാണ്. ഇനി വമാ അൻത അലൈഹിം ബിവക്കീൽ കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹ് പറയാണ് വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുറ മക്ക, മക്കയ്ക്കും അവൻ ഹൗലഹാ മക്കൾക്ക് ചുറ്റും എന്ന് പറഞ്ഞതാണ്. മക്ക ഭൂമിയുടെ സെന്ററാണ്. അത് ഖുർആൻ പറഞ്ഞ മാത്രമല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. ഭൂമിയുടെ സെന്ററാണെന്ത് മക്ക. ആ മക്കയും മക്കൾക്ക് ചുറ്റുമുള്ള എന്ന് പറഞ്ഞാൽ ഭൂമി മൊത്തം, അതാണ് വമൻ ഹൗലഹാ. അങ്ങനെ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഉത്ബോധനമാണെന്ത്, മുന്നറിയിപ്പാണെന്ത് ഈ ഗ്രന്ഥം ഖുർആൻ. യൗമൽ ജംഇ ഇതിനെ കുറിച്ചാണ്. മനുഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൊണ്ടു, മക്കത്തുള്ളവരെയും മദീനത്തുള്ളവരെയും അമേരിക്കയിലുള്ളവരെയും യൂറോപ്പിലുള്ളവരെയും എല്ലാ ഭൂമിയിൽ ആരൊക്കെ ജീവിച്ച് തിരിച്ച് മരിച്ചു പോയോ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. ലാ റൈബ ഫീഹി, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അതില് ആ മനുഷ്യന്മാരിൽ ഫരീഖും ഫിൽ ജന്ന, ഒരു ടീം, ഒരു വിഭാഗം സ്വർഗത്തിലായിരിക്കും, ഫരീഖും ഫിൽ സഈർ, ഒരു വിഭാഗം നരകത്തിലായിരിക്കും. അല്ലാഹു തീർത്തു പറഞ്ഞു. ഗുജറാക്കാർ എന്താ പറയാ, ഇപ്പോഴത്തെ യുവതലമുറയില് ഈ പുതിയ പുതിയ ചോദ്യങ്ങൾ വരുന്ന കാലം. അത് എന്തിനാന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയൊന്നല്ല, നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒഴിഞ്ഞു മാറാൻ വേണ്ടി. അതിൽ പെട്ട ചോദ്യം എന്ത്, അള്ളാനെ കള്ളാക്കതിനെ പറ്റിയിട്ടുള്ള ചോദ്യം. എപ്പോഴും ആവർത്തിക്കണം. അത് ഞാൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ ആൾക്കറിയാം. അപ്പൊ ഞാൻ നരകത്തിലാണോ അള്ളാന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഞാൻ എത്ര ജീവിച്ചിട്ടും നന്നായിട്ട് ഞാൻ നരകത്തിലല്ലേ പോവുള്ളൂ അല്ലെ. അങ്ങനെ ഒരു കാര്യം പറഞ്ഞോ അതാ കള്ളാക്കത് അല്ല. പിന്നെന്താ, ഒരാളെയും ഇന്ന ആളെ നരകത്തേക്ക് ഇന്ന ആളെ സ്വർഗത്തിൽ നന്നായി പഠിച്ചിട്ടില്ല, അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ ഇല്ല. പിന്നെ പറഞ്ഞത് തന്നെ അള്ളാഹിന്റെ ഇൽമാണ്. ഒന്നുകിൽ ഒരാൾ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്ത് പോകും. അത് എന്തായിരിക്കുമെന്ന് ഇൽമ ആർക്കുണ്ട്? അള്ളാഹിന്റെ. അത്രേ ഉള്ളൂ. ആ ഇൽമാണ് അള്ളാഹിന്റെ. അതെന്താണ്, ഒരാളെയും സ്വർഗത്തിൽ ഒരാൾ നരകത്തിൽ. അള്ളാഹു മനുഷ്യനെ പഠിച്ചു, സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു, ഖുർആൻ ഇറക്കി തന്നു. സ്വർഗത്തിൽ പോകാൻ കാര്യം എന്താണ്, നരകത്തിൽ പോകാൻ കാര്യം എന്താണെന്ന് കാണിച്ചു തന്നു. അത് കണ്ടറിഞ്ഞ് ജീവിച്ചവന് സ്വർഗത്തിന് വഴി തിരഞ്ഞെടുത്ത സ്വർഗത്തിൽ പോകും, നരകത്തിന് വഴി തിരഞ്ഞെടുത്താൽ നരകത്തിൽ പോകും. അത് ആരൊക്കെ പോകുന്ന ആർക്കുണ്ട്? അള്ളാഹ്ക്കുണ്ട്. അതല്ലാതെ അള്ളാഹ് ഒരാളെ പഠിച്ചപ്പോ നരകത്തിലുള്ളതാണെന്ന് അറിയാണ്ട് പഠിച്ചിട്ടില്ല. അപ്പൊ സ്വർഗത്തിലുള്ളതാണ് അള്ളാഹ് ഒരാളെ പഠിച്ചിട്ടില്ല. ആയിട്ടാണ് മനുഷ്യൻ ഖുർആൻ തന്നു. ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആൾക്കാരോട് പോകും,
ഖുർആനിൽ ജീവിച്ച ആൾക്കാർ എവിടെ പോകും? സ്വർഗത്തിൽ വല്ലാത്ത ആൾക്കാർ എവിടെ പോകും? നരകത്തിലേക്ക്. ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആശയം മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് ശരിക്കും വ്യക്തമായി മനസ്സിലാകും നബിയെ താങ്കൾ ആരല്ല, വക്കീലല്ല എന്ന കാര്യം മനസ്സിലാവും. ബാക്കി ആയത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നേരത്തെ തീരുമാനമാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ചു പഠിക്കാൻ നമ്മളെ എല്ലാവരും സഹായിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.